അല്ല, സർദാർ ഗോപാലകൃഷ്ണനെ ത്രിവർണ്ണ പതാക കിട്ടിയതിന്റെ പേരിൽ താഴെ വലിച്ചിട്ട് ജനം എറിഞ്ഞു കൊന്ന പോലെയുള്ള വസ്തുതകളാണോ സി വി ഗോപാലകൃഷ്ണൻ? ഞാൻ നിർത്താണ്. അല്ല, ഞാൻ നിർത്താൻ പോവാ. നിങ്ങൾ ഇടപെടരുത്. ഇടപെട്ടാൽ ഞാൻ നിർത്തും. ഇല്ല, അങ്ങനെ പറഞ്ഞു. ഞാൻ പറയുന്നത് താങ്കൾ ഈ വാട്സപ്പിൽ കേൾക്കുന്ന കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞു അനുവദിക്കാൻ പറ്റുമോ സി വി ഗോപാലകൃഷ്ണൻ? ഞാൻ അല്ല, പറഞ്ഞ് തീർന്നിട്ട് ചോദിക്കാം മിസ്റ്റർ. നിങ്ങൾ മര്യാദയില്ലാത്ത പരിപാടിയല്ലേ ചെയ്യുന്നത്? ഞാൻ സംസാരിക്കട്ടെ. വാട്സപ്പിൽ കണ്ട കാര്യങ്ങൾ അങ്ങനെ പറയുമ്പോൾ ഇടപെടണ്ടേ? വസ്തുതാവിരുദ്ധമാണ് പറയുന്നത്, അതുകൊണ്ടാണ്. നിങ്ങൾ മര്യാദകേട് പറയരുത്. വാട്സപ്പ് പറഞ്ഞിട്ടല്ല ഗോപാലകൃഷ്ണൻ ചരിത്രം പഠിച്ചു വരുന്നവനാ. നിങ്ങളെക്കാൾ കൂടുതൽ വിദ്യാഭ്യാസം ഉണ്ട് എനിക്ക്. മനസ്സിലായോ? ചരിത്രം നിങ്ങളെക്കാൾ. സർദാർ ഗോപാലകൃഷ്ണൻ ത്രിവർണ്ണ പതാക കെട്ടാൻ കയറിയപ്പോൾ താഴെ എറിഞ്ഞിട്ട് കൊന്നു എന്നൊക്കെ താങ്കൾ എവിടുന്ന് വായിച്ച് പഠിച്ചതാണ്? താങ്കൾ എവിടെ വായിച്ചതാണ്? വാട്സപ്പിൽ അല്ലാതെ ബി ഗോപാലകൃഷ്ണൻ ചരിത്രം പഠിച്ചിട്ട് വാ. നിങ്ങൾ അല്ല പെരിഞ്ഞനോ നിങ്ങളെ പറഞ്ഞു പൂർത്തിയാക്കും. എനിക്ക് സമയം തന്നിട്ടുണ്ടെങ്കിൽ ഇടപെടരുത് പ്ലീസ്. പറയൂ. ഇനി അടുത്തത് ഞാൻ ഇത്രയും പറഞ്ഞ് ഞാൻ ഒന്നും കൂടി പറയാനുണ്ട് എനിക്ക് മിസ്റ്റർ റഹീമിനോട്. മിസ്റ്റർ റഹീം, ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ന്യൂനപക്ഷങ്ങളെ കൊന്നത്, പ്രത്യേകിച്ചും മുസ്ലിം ന്യൂനപക്ഷങ്ങളെ കൊന്നത് നിങ്ങൾ CPM-കാരാ, BJP-കാരോ RSS അല്ല. ഇനി അടുത്തത് കോൺഗ്രസിൻ്റെ രാജു പി നായരോട് എനിക്ക് സഹതാപം മാത്രമേ ഉള്ളൂ. രാജു പി നായരാണ് വാട്സാപ്പിൻ്റെ ആള്. എൻ്റെ രാജു പി നായരെ, താങ്കളോടൊരു കാര്യം ഞാൻ പറയട്ടെ. ഇന്ത്യയിൽ 1.25 ലക്ഷം ആളുകളെയാണ് അടിയന്തരാവസ്ഥയിൽ അറസ്റ്റ് ചെയ്തത്. 1.25 ലക്ഷം. അതിൽ 1.15 ലക്ഷം ആളുകളെ 1.15 ആളുകൾ ഈ ജനസംഘത്തിൻ്റെയും RSSൻ്റെയും ആളുകളെയാണ്. നിങ്ങൾ കൊണ്ടുവന്ന അടിയന്തരാവസ്ഥക്കെതിരെ അതിശക്തമായ രൂക്ഷമായ സമരം ഇന്ത്യയിൽ നടത്തിയത് ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ജനസംഘർഷ സമിതിയിൽ നടത്തിയ സമരം. ആ സമരത്തിൽ അതിശക്തമായി സമരം നടത്തിയത് RSS. അതുകൊണ്ടാണ് ഈ റഹീമിൻ്റെ പാർട്ടി സമരം, ഈ അടിയന്തരാവസ്ഥ കഴിഞ്ഞ് വെളിയിൽ വന്ന തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ കൂടെ മത്സരിച്ചത്. അന്ന് RSSൻ്റെ കൂടെ തോളോട് തോൾ ചേർന്ന് പോയ ആളാണ് ഈ റഹീമിന്റെ പാർട്ടി. അതിന് കാരണം എന്താണെന്ന് അവരോട് ചോദിക്കുക. നിങ്ങൾ ഞങ്ങളെ അറസ്റ്റ് ചെയ്തു, ഞങ്ങളുടെ നേതാക്കന്മാരെ ജയിലിലിട്ടു. ഒരു സെക്കൻഡ് ഞാൻ നിർത്താം. എനിക്കിത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് അല്ലേ, നിങ്ങൾ പറയാതെ പോയി. ഞാനൊന്ന് പറഞ്ഞു തീരട്ടെ. ഇത്ര അസഹിഷ്ണുത പാടില്ല. കുറെ നേരം ഞാൻ മിണ്ടാതിരുന്നല്ലേ. 21-ന് പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദിരാഗാന്ധി കത്തയച്ചു. 21-ന് പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ജീവൻ മരണ പോരാട്ടം നടത്തിയ RSSനെയാണ് ഞങ്ങൾ കത്തെഴുതി എന്ന് പറയുന്നത്. ഈ രാജു പി നായർ വീട്ടുതരം പറയുന്നത് നിങ്ങൾ പോയിട്ട് കത്തെഴുതിയത് എന്താന്ന് എനിക്കറിയാം. കത്തെഴുതിയെന്ന് എനിക്കറിയാന്ന്. എന്തൊരു കഷ്ടം. ഓഗസ്റ്റ് 15-ന് ഇന്ദിരാജി അങ്ങ് നടത്തിയ പ്രസംഗം അതിഗംഭീരമായിരുന്നു. അതിനിടയിൽ കൂടെ ഞങ്ങളുടെ RSS നിരോധനം നീക്കിത്തരണേ എന്ന മാപ്പപേക്ഷയുടെ 10 കത്ത് ഞാൻ അയച്ചു തരാം. അത് വാട്സപ്പ് ഒന്നും അല്ലെന്നേ, ചരിത്രമാ. നിങ്ങൾ ഞാനൊന്ന് പറയണമെന്ന് മനസ്സിലാക്കുന്നത്, നിങ്ങൾ പറയുന്നത് മനസ്സിലായി. 21-ന് പരിപാടി നടപ്പാക്കണം. ഞങ്ങൾ കത്തെഴുതിയെന്ന് പറഞ്ഞിട്ടാണല്ലോ നിങ്ങൾ 21-ന് പരിപാടി നടപ്പാക്കാൻ ഇന്ദിരാഗാന്ധിയുടെ കൂടെ നിൽക്കണമെന്ന് പറഞ്ഞ RSSനോട് കത്തെഴുതിയപ്പോൾ 21-ന് പരിപാടി നടത്താൻ ഞങ്ങൾ കൂടെ നിൽക്കാൻ സൗകര്യമില്ല. നിരോധനം നിങ്ങൾ കഴിഞ്ഞിട്ടില്ല. ഇന്ദിരാഗാന്ധിക്ക് പിന്തുണ പ്രഖ്യാപിച്ചവരാണ്. നിങ്ങൾക്ക് വന്ന അടിയന്തരാവസ്ഥയെ പറ്റി പറയുകയാണ്. അടിയന്തരാവസ്ഥയ്ക്ക് തുല്യം പ്രഖ്യാപിച്ചവരാണ് നിങ്ങൾ. ഇവിടെ രാജ്യത്തെ ബാക്കി പ്രതിപക്ഷം അതിനെതിരെ പൊരുതുമ്പോൾ നിങ്ങൾ പിൻവാതിൽ കൂടി പുറത്തേക്കിറങ്ങാൻ വഴിയുണ്ടോന്ന് ക്ഷമാപണക്കത്ത് എഴുതിയവരാണ് ബി ഗോപാലകൃഷ്ണൻ. ചരിത്രമല്ലേ, ചരിത്രമല്ലേ ഇതൊക്കെ? നാണം എന്ന് പറയുന്ന സാധനം എനിക്ക് പറയാനുള്ളത്. നാണം എന്ന് പറയുന്ന സാധനം എനിക്ക് പറയാനുള്ളത് ചരിത്രം എന്ന് പറയുന്ന താങ്കൾക്ക് അറിയില്ല. നാഗ്പൂരിൽ പോരാടിയ പ്രസ്ഥാനമാണ് RSS. നാഗ്പൂരിലെ ഷെൽഫിൽ മാപ്പപേക്ഷാ കത്തിരിക്കുക. നിങ്ങൾ ഒരു കാര്യം, നാഗ്പൂരിലെ ഷെൽഫിൽ മാപ്പപേക്ഷാ കത്തുകൾ ഇരിക്കുക. നാണം വേണ്ടേ സാർ? നാഗ്പൂരിലെ ഷെൽഫിൽ മാപ്പപേക്ഷാ കത്തുകൾ ഇരിക്കുക. അവിടെ മനസ്സിലാക്കണം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ ഇന്ന് ഇവിടെ ഇരുന്ന് വാചകമടിക്കുന്നുണ്ടല്ലോ. ആ വാചകമടിക്കാനുള്ള അനുവാദം, മാധ്യമപ്രവർത്തകരുടെ വാചകമടിക്കാനുള്ള അനുവാദം 43-44 കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് കൊണ്ടുവന്ന അടൽ ബിഹാരി വാജ്പേയിയുടെയും LK അദ്വാനിയുടെയും ഔദാര്യമാ.
സർ, നിങ്ങൾ മാപ്പെഴുതി ചോദിക്കുകയായിരുന്നു ഇന്ദിരാഗാന്ധിയോട്, ഞങ്ങളെ ഒന്ന് പുറത്തിറക്കി വിടാവോ എന്ന് മാപ്പെഴുതി ചോദിക്കുകയായിരുന്നു. സർ, ഇന്ദിരാഗാന്ധിയോട് മാപ്പെഴുതി ചോദിക്കുകയായിരുന്നു, നാണമില്ലാതെ നിങ്ങൾ. എന്നിട്ട് ഇപ്പൊ നിങ്ങൾ അടിയന്തരാവസ്ഥയെ പറ്റി വാചാലമായ ചരിത്രമല്ലാതാവോ? ചരിത്രമല്ലാതാവോ? പോരാടിയ RSSനെതിരെ, ഭരണഘടനയ്ക്കെതിരെ ഭരണഘടനയെ ഇല്ലാതാക്കിയ ഇന്ദിരാഗാന്ധിക്കെതിരെ പോരാടിയത് ഞങ്ങളാ. RSS ബാക്കി പ്രതിപക്ഷ സഖ്യങ്ങളെ കുറിച്ച് പറ. ബാക്കി പ്രതിപക്ഷ സഖ്യങ്ങളെ പറ. ബാലാസാഹേബ് ദേവർസിന്റെ കത്ത് ഞാൻ അയച്ചുതരാം. അങ്ങ് വായിച്ചിട്ടില്ല, അതുകൊണ്ടാണ്. ബാലാസാഹേബ് ദേവർസിന്റെ കത്ത് ഞാൻ അയച്ചുതരാം. അതിന്റെ വിധേയത്വത്തിന്റെ ഭാഷ ഒന്ന് വായിക്കേ, എന്നിട്ട് പിന്നീട് ആർജവം ഉണ്ടാവുമെന്ന് ആലോചിക്കും ബി ഗോപാലകൃഷ്ണൻ. ശരി, ഞാൻ തിരികെ ശരി, നമ്മൾ തർക്കമായിട്ട് നിൽക്കണം. ബാലാസാഹേബ് ദേവർസിന്റെ 4 പേജുള്ള കത്ത് ഞാൻ അയച്ചുതരാം. ബാലാസാഹേബ് ദേവർസിന്റെ 4 പേജുള്ള കത്ത് അയച്ചു തരാം. ആ നിരോധനം ഒന്ന് പിൻവലിച്ചു തരാവോ ഇന്ദിരാജി എന്ന് ചോദിക്കുന്ന കത്ത് ഞാൻ അയച്ചു തരാം. ഞാൻ പറയുന്നതാ, ആ നിരോധനം ഒന്ന്, അടിയന്തരാവസ്ഥയിൽ എവിടെ വേണേ തുല്യം ചാർത്താം, ആ നിരോധനം ഒന്ന് പിൻവലിച്ചു തരുമോ ഇന്ദിരാജി എന്ന് മാപ്പപേക്ഷിക്കുന്ന ദേവർസിന്റെ കത്ത് അയച്ചു തരാം. ബി ഗോപാലകൃഷ്ണൻ, ഇതൊക്കെ ചരിത്രമല്ലേ? ഇതൊക്കെ താങ്കൾ നേരത്തെ സർദാറിന്റെ കാര്യം പറഞ്ഞ പോലെ വാട്സാപ്പ് അറിയില്ല. ഈ തൊള്ളയിട്ടിട്ട് കാര്യമില്ല, മനസ്സിലെ? നിങ്ങൾ വാട്സാപ്പ് കൊണ്ട് നടക്കുന്ന, ഞാൻ വാട്സാപ്പ് അല്ല, ചരിത്രവാ. 21 പരിപാടി നടപ്പാക്കാൻ RSS വേണമെന്ന് പറഞ്ഞപ്പോ 21 പരിപാടി നടപ്പാക്കാൻ ഞങ്ങൾ ഇല്ലെന്ന് പറഞ്ഞ് യുദ്ധം ചെയ്തവരാ ഞങ്ങൾ. യുദ്ധം ചെയ്ത് കിട്ടിയ ഔദാര്യവാ നിങ്ങളുടെ ഈ വാചകവടി. നിങ്ങളുടെ വാചകവടി അതാ. എന്തോ മണ്ടത്തരോ പറയുന്നത് ഗോപാലകൃഷ്ണൻ, എന്ത് മണ്ടത്തരമൊക്കെയാ ശ്രീ ബി ഗോപാലകൃഷ്ണൻ പറയുന്നത്. RSS നേടിയ ഔദാര്യമാണ് ഇവിടെ നടന്നത്. എന്തൊക്കെയാ ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞത്? എന്തൊക്കെയാണെന്ന് പറയുന്നത്? എന്തൊക്കെയാ പറയുന്നത്? 1977 നവംബറിൽ ഭരണഘടന അന്ത്യരൂപത്തിലേക്ക് എത്തുന്നു. അതേ വർഷം നവംബർ 30 RSSന്റെ മുഖമാസിക ഓർഗനൈസർ പറയുന്നു, the best about the new constitution of Bharat is that there is nothing Bharatiya. മനുസ്മൃതി ദീർഘനാൾ മുമ്പ് എഴുതിയതാണ്. There is no trace of ancient Bharatiya constitutional laws. മനുസ്മൃതി exiled the admiration of the world. But your constitutional pundits, that means nothing. ഭരണഘടന അന്നേ തള്ളിപ്പറഞ്ഞ നിങ്ങൾ ഭരണഘടനയെ പറ്റി സംസാരിക്കുന്നു. ഒരു ഔദാര്യവും ഇല്ല. താങ്കൾ ചരിത്രം പഠിക്കേ, താങ്കൾ ചരിത്രം പഠിച്ചിട്ട് വാ, ആ ബോധ്യം മാറും. ഒരു ഔദാര്യവും ഇല്ല, ഒരു ഔദാര്യവും അല്ല, നിങ്ങൾ പഠിച്ച ചരിത്രം ഒരു ഔദാര്യവും അല്ല. ഈ ഭരണഘടനയാണ്, ഈ ഭരണഘടനയുടെ ശക്തി. ഒരു RSSന്റെ ഔദാര്യമല്ല, ഈ ഭരണഘടനയാണ് ബി ഗോപാല ശക്തി. ഒരു ഔദാര്യമല്ല, ഈ ഭരണഘടനാ ശക്തി. നിങ്ങൾ തള്ളിപ്പറഞ്ഞ ഈ ഭരണഘടനാ ശക്തി, നിങ്ങൾ ഇല്ലാതാക്കാൻ നോക്കിയ ഭരണഘടനാ ശക്തി, നിങ്ങൾ ഇല്ലാതാക്കാൻ നോക്കി ഈ ഭരണഘടനയാണ് ബി ഗോപാല ശക്തി. ഒരു ഔദാര്യമല്ലെന്നേ. എന്നോട് ക്ഷമിക്കണം, എന്റെ സമയം പൂർണ്ണമായി കഴിഞ്ഞു. എനിക്ക് റഹീമിലേക്കോ രാജു പിന്നാലിലേക്കോ ബി ഗോപാലകൃഷ്ണൻ മറുപടിക്ക് പോകാൻ സമയം കിട്ടുന്നില്ല. എന്നോട് ക്ഷമിക്കണം. നമുക്ക് അടുത്ത ആഴ്ച അത് പരിഹരിക്കാം. എന്നൊരു ഒരു കാര്യം പറയുന്നു, നമ്മളിവിടെ മാധ്യമപ്രവർത്തനം നടത്തുന്നത്, ഇവിടെ നട്ടലുരുത്ത് ജീവിക്കുന്നത് ആരുടെയും ഔദാര്യമല്ല. ഔദാര്യമുണ്ടെങ്കിൽ ഒന്ന് മാത്രം, അത് ഈ ഭരണഘടനയുടെ ഔദാര്യം മാത്രമാണ്.